ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തേത് ഒരു പണി കിട്ടിയ ട്രിപ്പിൻ്റെ കഥയാണ് കേട്ടോ. പണിയൊക്കെ ഞാൻ എന്താണെന്ന് വഴിയേ പറയാം. അപ്പോൾ തലേദിവസം കുറച്ച് കഥകൾ പറഞ്ഞിട്ട് നമുക്ക് യാത്ര പോകാം. ഇന്നലെ ഞങ്ങൾ കഴിച്ചത് അത്യാവശ്യം ഒരു ഹെവി മീലായതുകൊണ്ട് തന്നെ വൈകുന്നേരം ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിയിട്ടായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ പിറ്റേ ദിവസം കഴിക്കാനായിട്ട് കുറച്ച് ബ്രെഡും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും തലേ ദിവസം ഞങ്ങൾ വന്ന ദിവസം തന്നെ നമ്മൾ കുറച്ച് മുട്ടയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഒരു പണി കിട്ടി, ഞങ്ങളുടെ ബേണർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് എത്തിയപ്പോൾ തന്നെ അപ്പോഴേ തൊട്ടിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ പൈസ വാങ്ങാനായിട്ട് ഓണറാണോ അതെയോ ആളുടെ സ്റ്റാഫാണോ ഒരാൾ വന്നിരുന്നു. അപ്പോൾ ആളോട് ഞങ്ങൾ ചോദിച്ചു, എന്താ ഈ ബേണർ കത്താത്തെ, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവർക്ക് ഇംഗ്ലീഷ് അറിയില്ലേ. അപ്പോൾ അയാൾ നോ അത് അറിയാവുന്ന ഇംഗ്ലീഷിൽ പുള്ളി ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി, അത് കത്തിക്കാൻ ശ്രമിക്കരുത്, ഇവിടെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും, അത് നിങ്ങൾക്ക് അപകടമാണെന്നൊക്കെ പറഞ്ഞു. കാര്യം അതിനെന്തോ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം വളരെ ചെറിയ രീതിയിലാണ് ചൂട് വരുന്നുള്ളൂ. അതിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരു പ്രകാരം സാധനങ്ങളൊക്കെ വേവിച്ചെടുത്തു. നല്ലൊരു വ്യൂ അല്ലേ ഇത്. ഈ ഒരു സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളൊരു വലിയ ടണലിൽ നിന്ന് പോയിട്ട് പുറത്തേക്ക് കിടക്കുമ്പോൾ കാണുന്ന കാഴ്ച, എൻ്റെ പൊന്നേ, അടിപൊളി. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ കഥകളുടെ തുടക്കം. അപ്പോൾ നമുക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് ടിരാനയിൽ നിന്നും ബറാത്തിലേക്കായിരുന്നു. ഈ ബറാത്തിലേക്കുള്ള ടൂർ പാക്കേജ് ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് അഡൽട്ട്സിന് മാത്രം ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾക്ക് ചിൽഡ്രൻ്റെ കാര്യം അവരോട് സെപ്പറേറ്റ്ലി പറയാമായിരുന്നു. അത് നമുക്കറിയില്ലായിരുന്നു. കാരണം ബുക്കിംഗ് ഓപ്ഷനിൽ ചിൽഡ്രൻ ഇല്ല, അതുകൊണ്ട് നമ്മളത് മെൻഷൻ ചെയ്തില്ല. പക്ഷെ അവരോട് ഇൻഡിവിജ്വലി ഒരു മെയിൽ അയച്ചാൽ മതിയായിരുന്നു പോലും. ഇതൊക്കെ നമ്മൾ ഓരോരോ ട്രിപ്പിലും ഓരോരോ ന്യൂ കാര്യങ്ങൾ ലേൺ ചെയ്യും. അപ്പോൾ എന്തായാലും സാധാരണ ഞങ്ങൾ വിചാരിച്ചത് അവരൊരു കോച്ചും കൊണ്ടായിരിക്കും വരട്ടെ, അതായിരിക്കും ചിൽഡ്രൻ്റെ കാര്യം പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ടാകുക എന്ന്. പക്ഷേ അവർ വന്നിരുന്നത് ഒരു എക്സൽ കാർ കൊണ്ടായിരുന്നു. അതിൽ ഓൾറെഡി 3 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരാളിവിടെ നിന്ന് കുട്ടികളുടെ കൂടെ നിന്നിട്ട് ബാക്കി ആൾക്കാർ വേണമെങ്കിൽ വന്നോളൂ എന്നൊക്കെ പറഞ്ഞു. അതെന്തായാലും നമ്മളെ കൊണ്ട് പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു. അങ്ങനെ നമ്മളത് ഒഴിവാക്കി. പകരം നമ്മൾ അവിടെ നിന്ന് ഒരു ടാക്സി എടുത്തു. എന്നിട്ട് നമ്മളന്ന് കവർ ചെയ്യാനൊരുന്ന കാര്യങ്ങൾ മറ്റ് ടൂർ പാക്കേജിലുണ്ടായിരുന്നത് കാസിൽ ആൻഡ് സിറ്റി ഓഫ് ബറാത്തും പിന്നെ ബെൽഷി ലേക്കും വേറൊരു ലേക്കും കൂടി ഉണ്ടായിരുന്നു, വരണ വഴിക്കുള്ള ഒരു ലേക്ക് വ്യൂവും കൂടി. അപ്പോൾ നമ്മൾക്ക് ബാക്കി എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ പറ്റി. പക്ഷേ ഇങ്ങനൊരു അബദ്ധം പറ്റി. നല്ല സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടെ ആളുകളും നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. ഞങ്ങളൊരു കടയിൽ നമ്മളുടെ ലഗേജൊക്കെ വെച്ചിട്ടാണ് ഈ കാസിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവർ സംസാരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി റൂഡാണോ എന്ന് തോന്നും. പക്ഷെ വളരെ സ്നേഹമുള്ള ആൾക്കാരായിരുന്നു. നമ്മളെല്ലാത്തിനും അവിടെ വെക്കാനൊക്കെ സമ്മതിച്ചു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ കാസിലിൻ്റെ ഡോറിൻ്റെ അവിടെ എത്തിട്ടോ. ഇതൊക്കെ അൽബേനിയൻ ലാംഗ്വേജിൽ എന്തൊക്കെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കത്ര കാര്യമായിട്ട് മനസ്സിലാവുന്നില്ല. എനിവേ, വരുമ്പോൾ തന്നെ കാണുന്ന ഒരു കാർ പാർക്കിംഗ് ഏരിയ. നല്ല കാറ്റുണ്ട് കേട്ടോ. തണുപ്പൊന്നുമില്ല, പക്ഷെ കാറ്റുണ്ട്. അയ്യോ, വെള്ളം വേണോ? ക്ലിംബല്ല, ഒന്ന് ക്ലൈംബ്. കാസലിൻ്റെ അകത്തേക്കുള്ള ഡോറ്. ഇത് പീരങ്കിയാണ് കേട്ടോ. ഓനും ആ സാധനം കണ്ട, അതിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു വെടി വെച്ചുകൊണ്ടിരുന്നത് പണ്ട്. ഇവരിവിടെ ഒടിച്ചിരിക്കുന്ന ഓരോ കോട്ടയിലും. എന്നിട്ട് ശത്രുക്കൾ വരുമ്പോഴത്തേക്ക് ഇതിൽ കൂടെ വെടിവെക്കും.
ആൾക്കാരില്ല ശത്രുക്കൾ. ഈ സ്ഥലം നോക്ക്, എന്ത് ഭംഗിയാ നോക്ക്. നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല കാലാവസ്ഥ കേട്ടോ. പക്ഷെ ഞങ്ങളത് ടാക്സിക്ക് വന്നുകൊണ്ട് ഇത്തിരി ടയേർഡായിപ്പോയി. രാവിലത്തെ ഒരു ഇച്ചിരി സ്ട്രെസ്സും ഒക്കെ എല്ലാവർക്കും ഇത്തിരി ടയർഡ്നെസ് ഉണ്ടാക്കി. പക്ഷെ എന്നാലും നമ്മൾ തനിയെ വന്നിട്ടാണെങ്കിലും ഇത് ബോധമാണ് കേട്ടോ. ഈ സ്ഥലം നല്ല ഭംഗിയുണ്ട് കാണാൻ. അവിടെ കയറാൻ പറ്റും. നല്ല കാറ്റാണ് കേട്ടോ. ഞാൻ പറയണത് ഒന്നും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ വീട്ടിൽ ചെന്നിട്ട് വോയിസ് ഓവർ ചെയ്യുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ. ഇത് തന്നെയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ കയറണം, കാസലിൻ്റെ ഉള്ളിൽ. നോനോ നമ്മളിത് അതിൻ്റെ പൊക്കത്തിൽ കൂടെ കയറുകയാണ് കേട്ടോ. ഈ കല്ലിക്കൂടെ നടക്കുമ്പോൾ ഇന്നിപ്പോൾ മഴയില്ലാത്തതുകൊണ്ട്, പക്ഷെ കുഞ്ഞു മഴയല്ലേ ഇടാവുള്ളൂ, ചാറ്റൽ മഴ. തുള്ളിത്തുള്ളിയല്ലേ ചാടുന്നുള്ളൂ. അപ്പം ഇന്നത്തെ പക്ഷെ അത്ര മഴയില്ലാത്തതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്, വെയിലായതുകൊണ്ട്. പറഞ്ഞില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് വഴുക്കുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഈ ഇതിൽ കൂടെ പോകുന്നത് ഇച്ചിരി ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇതാട്ടോ നമ്മൾ വന്ന വഴി. ഓ സോറി. നോന് സാധാരണ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവൾ ഒറ്റയ്ക്ക് ചിലപ്പോൾ സ്ഥലത്തെക്കുറിച്ചാകാം, ചിലപ്പോൾ അവളുടെ എന്തെങ്കിലും കഥകളാകാം, ചിലപ്പം കാണുന്ന ചെടികളോടാകാം. എന്തായാലും ഫുൾ ടൈം ഒരു ചാറ്റർ ബോക്സാണ് എൻ്റെ നോനും. അപ്പോൾ ഞാൻ അവളോട് പറയുമായിരുന്നു, നിനക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന്. എന്നിട്ട് അതൊന്ന് കേട്ട് നോക്കിയാൽ. സിറ്റി ഓഫ് ബെറാത്ത്. Okay. And also, Wait. കാസിലെ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് തിരിച്ചിറങ്ങി. എന്നിട്ട് നമ്മൾ ബാഗ് കളക്ട് ചെയ്യാൻ പോയി. അവിടെ നിന്ന് ലൈറ്റായിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം കഴിച്ചു. അവിടുത്തെ ഷോപ്പ് ഓണർ നമുക്ക് അവിടെ നിന്നൊരു ടാക്സി അറേഞ്ച് ചെയ്തു തന്നു ടു സിറ്റി ഓഫ് ബെറാത്തിലേക്ക്. ഇതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ട്രഡീഷണൽ ബിൽഡിംഗ് ഒക്കെ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒരു റൂം, സോറി,
വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബ്ലോഗൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ടേബിൾസ് ഞങ്ങളിവിടെ ഞങ്ങളുടെ ബാഗ്സൊക്കെ ഒരു സൈഡിൽ വെച്ചേക്കാണ്. ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത്. ഇത് ഇവിടുത്തെ നാഷണൽ ഹീറോ ആണ്. ടെഡി ബിയറിനെ കണ്ടപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് ഓടിപ്പോയതാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല രസമുണ്ട് ഇതിനൊക്കെ. ഇപ്പം നമ്മളുള്ളത് ഓൾഡ് സിറ്റി ഓഫ് ബറാത്തിലാണ് കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ദാ ഈ ടെഡി ബെയറിനെ കാണാൻ നല്ല രസമല്ലേ. കുട്ടികളൊക്കെ അതിൻ്റെ അടുത്ത് പോയിരുന്നു കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ നിന്നു. ഇവരാദ്യമായിട്ടാണ് കേട്ടോ ഒരു ഫോട്ടോയ്ക്ക് സ്വന്തം വന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ നിർബന്ധിക്കണം. ഈ കാണുന്നതാണ് കേട്ടോ ഓൾഡ് സിറ്റി ഓഫ് ബറാത്ത്. ഇവിടെ ഞാൻ എല്ലാ ബിൽഡിങ്ങുകളും ഒരേ രീതിയിൽ കണ്ടേക്കുന്നു. ഒരു പോർഷൻ ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ബാക്കി എല്ലായിടത്തും കാണുന്നത് ഒരു ബിൽഡിങ്ങും അടുത്ത ബിൽഡിങ്ങും തമ്മിൽ കൺസ്ട്രക്ഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാത്തിനും ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആയിരുന്നു. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു റിവറും ഉണ്ട്. കുറേ നല്ല രീതിയിൽ ഇവിടെ നടന്ന് കാണാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ആൻഡ് ഒരു ഭയങ്കര കാം ആൻഡ് റിലാക്സിങ് ടൈമായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് 1 മണിക്കൂറേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ അടിപൊളിയായിരുന്നു അത്. ഞാൻ മുന്നേ പറഞ്ഞ ബെൽഷി റിവറാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കുറേ നടക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ആൻഡ് ഇത് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലായിടത്തും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇത് കണ്ടോ, ഈ ഒരു റിങ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ക്രിസ്മസ് തീമിന് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു. ഞങ്ങൾ ഒരു ഡേയിൽ ക്രിസ്മസ് ജമ്പർ ഇടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇടാനിരുന്നത്. പക്ഷേ ഇന്നിടുമായിരുന്നു നല്ല രസമുണ്ടായിരുന്നേനെ. കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ നിന്നിട്ട് അതിട്ട് ഫോട്ടോ എടുക്കുന്നത് നല്ല രസമല്ലേ. അതുപോലെ ഇതാ ഈ ഏരിയൊക്കെ കണ്ടോ. ഈ ഒരു സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ റിങ് പോലെയുള്ള ഒരു റൗണ്ട് ക്രിസ്മസ് ട്രീ പോലെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു സംഭവം അവിടെ ഇരുത്തി കുറേ ഫോട്ടോസ് കുട്ടികളൊക്കെ വന്ന് നിന്നിട്ട് അവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട്. കാരണം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അവർക്കെപ്പോഴും ക്രിസ്മസിൻ്റെ തീം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. ഭയങ്കര കോൺട്രാസ്റ്റ് കളേഴ്സും അതൊക്കെ നമ്മളെ എന്താ പറയുക, നല്ലൊരു ഭംഗിയാണല്ലോ അതൊക്കെ. അപ്പോൾ ഇതാ ഞങ്ങൾ കുറച്ച് നേരം റിവറിലേക്കൊക്കെ നോക്കിയിരുന്നു. കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. അങ്ങനെ ഓൾഡ് സിറ്റി ഓഫ് ബറാത്ത് കണ്ടുകൊണ്ട് നടക്കുവാണ് കേട്ടോ. ഈ യാത്ര ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തുടങ്ങിയപ്പോൾ സ്ട്രെസ്ഫുൾ ആയിരുന്നെങ്കിലും ത്രൂ ഔട്ട് ദാറ്റ് ഡേ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കണ്ട സ്ഥലങ്ങളും മനോഹരമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പോയപ്പോൾ കണ്ടുമുട്ടിയ കാഴ്ചകളും ആളുകളും എല്ലാവരും അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്ത വണ്ടിയിൽ തൊട്ടിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ തുടങ്ങി കേട്ടോ. അതായത് നമ്മളുടെ ടൂർ പാക്കേജ് മിസ്സായപ്പോൾ ഞങ്ങളൊരു കാർ ബുക്ക് ചെയ്തിരുന്നു. ആ കാറിൽ മറ്റേ കുഞ്ഞു വണ്ടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എക്സൽ ഉണ്ടെങ്കിലാണ് കുട്ടികളെയും കൂടി ഇരുത്തി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവരെ വേണ്ട പറഞ്ഞു. അപ്പം വേഗം നമുക്ക് വേറൊരു വണ്ടീനെ അവർ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് വേറൊരു വണ്ടി വന്നു. അതും 5 സീറ്റർ വണ്ടിയാണ്. പക്ഷേ അയാൾ ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് അയാളുടെ വണ്ടിയിൽ കയറ്റിയിട്ടിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. കുട്ടികളെയൊക്കെ മടിയിലിരുത്തി ഞങ്ങൾ യാത്ര തുടങ്ങി. അവിടെ മടിയിലിരുത്തുന്നൊന്നും കുഴപ്പമില്ല കേട്ടോ. യൂറോപ്യൻ കൺട്രി ആണെങ്കിലും ഫ്രണ്ടിലിരുത്താൻ പറ്റില്ല, പക്ഷേ ബാക്കിൽ മടിയിലിരുത്താം. അതിനുശേഷം ഞങ്ങൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയ സമയത്ത് ഈ ഒരു സിറ്റി ഓഫ് ബറാത്തിൽ വന്നപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ബറാത്ത് ടു വ്ലോർ ബസ് കിട്ടും. 5 യൂറോ ആണ് അതിന് ചാർജ് ചെയ്യുന്നത്. ഞങ്ങൾ നെറ്റിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് കേട്ടോ കണ്ടത്. പക്ഷേ നമ്മൾ അവിടെ നിന്നൊരു ടാക്സി എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോയ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തുനിന്ന് ബസ് സ്റ്റേഷനിലേക്ക് നമുക്കൊരു ടാക്സി എടുത്തിട്ടാണ് പോയത്. അപ്പോൾ അവിടുത്തെ ബസ് ഡ്രൈവേഴ്സും അതേപോലെ തന്നെ ഈ ടാക്സി ഡ്രൈവേഴ്സൊക്കെ തമ്മിൽ ഭയങ്കര ടൈപ്പാണ്. ഞങ്ങളെ കൊണ്ട് കയറുന്ന സമയത്ത് ഞങ്ങൾ ആളോട് ചോദിച്ചു നമുക്ക് ബറാത്തിൽ നിന്ന് വ്ലോറിലേക്ക് ബസ് കിട്ടൂ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഭയങ്കര പാടാണ്, ബറാത്തിൽ നിന്ന് ഈ സമയത്തൊന്നും ബസ്സില്ല പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പുള്ളി പറഞ്ഞ ഡയലോഗാണ് ബറാത്ത് ടു ഫിയർ നോ പ്രോബ്ലം, ഫിയർ ടു വ്ലോർ നോ പ്രോബ്ലം. ആ ടോക്കും പിന്നീട് അങ്ങോട്ടുള്ള യാത്രയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ചിരി നിർത്താൻ പറ്റില്ലായിരുന്നു. അതുപോലെയായിരുന്നു ഞങ്ങളുടെ യാത്ര.
നമ്മൾ തനിയെ പോകുന്നതുകൊണ്ട് തന്നെ എവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ വഴി ഒന്ന് പോയി നോക്കുവാണ് കേട്ടോ, അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചിട്ട് അവിടെ തന്നെയാണ് കേട്ടോ ബാഗ്സൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ അവരോട് നമ്മൾ അത്യാവശ്യം ചോദിച്ചിരുന്നു എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവരും പ്രത്യേകിച്ച് അധികമൊന്നുമില്ല, ഈ റിവർ വ്യൂവും പിന്നെ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. ഇപ്പോൾ ഈ പോകുന്ന വഴിക്കാണെങ്കിൽ അധികം ഒന്നും കാണാനില്ല കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴിക്ക് കുറച്ച് ചെല്ലുമ്പോഴാണ് കേട്ടോ ടാക്സി സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് വന്ന് നമ്മളുടെ ലഗേജ് എല്ലാം എടുത്ത് വീണ്ടും തിരിച്ച് നടന്ന് ടാക്സി സ്റ്റാൻഡിൽ നിന്ന് ടാക്സി വിളിക്കുകയാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ ആ ടാക്സിക്കാരനൊരു ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നാക്കി അവിടെ നിന്ന് നമ്മൾ നേരെ വ്ലോറിലേക്ക്. ഞങ്ങൾ സിറ്റി ഓഫ് ബറാത്തിൽ നിന്ന് വ്ലോറിലേക്ക് വന്ന യാത്ര ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ചിരിച്ച് മടുത്തു. കാരണം നമ്മൾ ആദ്യം കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം തന്നെ നമ്മളുടെ ഫുൾ ട്രാവൽ ജേർണിയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് നമ്മൾ ഓരോ സ്റ്റോപ്പിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളുടെ ലഗേജൊക്കെ വേഗം എടുത്ത് അടുത്ത വണ്ടിയിലേക്ക് ഇടും. കുറച്ച് താമസിച്ചാൽ ഞങ്ങളെയും കൂടെ എടുത്തിടുമായിരുന്നു. ഇവിടുത്തെ ഒരു ഷോപ്പാണ്, എന്ത് രസമാണ് കാണാൻ. ഇതാണ് കേട്ടോ ഞങ്ങൾ നടക്കുന്ന സ്ട്രീറ്റ്. ഞങ്ങളിപ്പോൾ രാത്രിയിലത്തേക്കുള്ള ഫുഡ് മേടിക്കാൻ പോവാണ്. ഇവിടുത്തെ KFCന്ന് മേടിക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. അപ്പം ആസ് ഇറ്റ് ഈസ് ക്രിസ്മസ് ടൈം എല്ലായിടത്തും നമുക്ക് ഇതാ ഒരുപാട് ലൈറ്റ്സ് കാണാം കേട്ടോ. നല്ല രസമുണ്ട് അതുകൊണ്ട് ഓരോന്ന് കാണാനായിട്ട്. ജാവൻസി കണ്ടോ, ഫുൾ ക്രിസ്മസ് ഡെക്കോഴ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ളും റിവറാണ് കേട്ടോ, സീ ആണ് കേട്ടോ. കണ്ടോ, ഞങ്ങൾ അപ്പുറത്ത് ഫുഡ് കഴിച്ചിട്ട് റോഡ് ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഈ സൈഡിൽ തന്നെയാണ് നമ്മുടെ KFC ഉള്ളത്. അപ്പോൾ ഫുഡ് വാങ്ങി കഴിച്ചതിന് ശേഷം നമുക്ക് അപ്പുറത്ത് കിടന്ന് കുറച്ച് നേരം സീ വ്യൂ ഒക്കെ കണ്ട് നടക്കാം. വളരെ റിലാക്സിങ് ആൻഡ് കാം സ്ഥലം കേട്ടോ. ഇവിടെ ഇപ്പം വിൻ്റർ ടൈം ആയതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ബീച്ചൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നത്. സമ്മർ എങ്ങാനും ആയിരുന്നെങ്കിൽ ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും. കാരണം ഇവിടുത്തുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് സമ്മർ ടൈം. അപ്പോൾ അവർ ബീച്ച് സൈഡിലായിരിക്കും മിക്കവാറും തന്നെ. നമ്മുടെ നാട്ടിലേക്കും കുറേ പേര് വരണ കാണാറുണ്ട്. കണ്ടോ, നൈസ് വ്യൂ അല്ലേ. ഇതാണ് വ്ലോർ. അപ്പോൾ ഞാനിപ്പോൾ വ്ലോഗ് എടുക്കുന്നത് വ്ലോറിൽ നിന്ന്. നമ്മളപ്പോൾ ദാ ഇങ്ങനെ സീ വ്യൂ ഒക്കെ കണ്ടിട്ട് നടക്കുവാണ് കേട്ടോ. കൂടെ രാവിലെ തൊട്ടിട്ടുണ്ടായ ഫൺ എലമെൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നു. ആക്ച്വലി ഇന്ന് രാവിലെ ഇത്തിരി സ്ട്രെസ്ഫുള്ളായിരുന്നു യാത്ര തുടങ്ങിയപ്പോൾ. പക്ഷേ ത്രൂ ഔട്ട് ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ ചിരിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. ആദ്യത്തെ ടാക്സി ബുക്ക് ചെയ്തപ്പോൾ തൊട്ട് ലാസ്റ്റ് വ്ലോറിൽ വരുന്നത് വരെ. കാരണം ഫസ്റ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ഒരു XL വണ്ടിയാണ്. പക്ഷെ നമുക്ക് വന്നത് 5 സീറ്റർ വണ്ടി. അത് ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പുതിയ ബുക്ക് ചെയ്തപ്പോഴും വീണ്ടും 5 സീറ്റർ വണ്ടി. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ബറാത്തിൽ വന്നു. അവിടെ നിന്ന് വ്ലോറിലേക്കുള്ള ടാക്സി ഡ്രൈവർ പറഞ്ഞത്, ഞങ്ങൾ ചോദിച്ചു ബറാത്തിൽ നിന്ന് വ്ലോറിലേക്ക് വണ്ടി കിട്ടുമെന്ന്. അന്നേരം ചോദിക്കുമ്പോൾ പറയുന്നതാണ്, ബറാത്ത് ടു ഫിയർ നോ പ്രോബ്ലം, ഫിയർ ടു വ്ലോർ നോ പ്രോബ്ലം. നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആക്ച്വലി അദ്ദേഹം ഉദ്ദേശിച്ചത് ഡയറക്റ്റ് വണ്ടി കിട്ടത്തില്ല, പക്ഷേ ഫിയർ വരെ കിട്ടും. പിന്നെ അവിടെ നിന്ന് വീണ്ടും വ്ലോറിലേക്ക്. നല്ല രസമായിരുന്നു കേട്ടോ. ആൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി. ഞങ്ങൾക്ക് അൽബാനിയ അറിയില്ല, ആൾക്ക് ഇംഗ്ലീഷും അറിയില്ല. അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ബീച്ച് വ്യൂ ഒക്കെ കണ്ടിട്ട് വീണ്ടും അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം. അവിടത്തെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ അടിപൊളി ദിവസമൊക്കെ കാണിച്ചിട്ടുണ്ടോ. ഞങ്ങൾ KFCയിൽ വന്നതാണ് കേട്ടോ. അൽബേനിയയിൽ ഇതാ കണ്ടോ ചെമ്പരത്തി. വാവ്, നല്ല രസമുണ്ട് കേട്ടോ ചെമ്പരത്തി പൂ കാണാനായിട്ട്. നമ്മുടേതായ ഒരു ഐറ്റംസ് നമ്മളിങ്ങനെ ഫോറിൻ കൺട്രീസിലൊക്കെ വന്നിട്ട് കാണുമ്പോഴത്തേക്കും ഒരു ഭംഗിയല്ലേ, പ്രത്യേക ഭംഗിയല്ലേ, ഒരു സന്തോഷമാണ്. അപ്പോൾ ഈ ചെമ്പരത്തി വ്യൂയോടുകൂടി ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. നാളെ കാണാം. ബൈ.